ചക്കയും മാങ്ങയും പത്തീസം, താളും തകരയും പത്തീസം, അങ്ങനെയും ഇങ്ങനെയും പത്തീസം. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ ഓർമ്മിപ്പിക്കുന്നത് കർക്കിടകത്തിലെ ഭക്ഷണ ദാരിദ്ര്യത്തെയും ഭക്ഷണക്രമത്തെയുമല്ലേ. ഭക്ഷണത്തിൽ പത്തിലത്തോരൻ വെച്ചു കഴിക്കുക എന്നതാണ് പ്രധാനം. ഉദരരോഗങ്ങൾക്ക് ഒരു ഉത്തമ ഔഷധമായി ആയുർവേദ ആചാര്യന്മാർ വരെ കണ്ടിരുന്നു. ദേവന്മാർ ഇലകളിൽ അമൃത വർഷിക്കുന്ന കാലം കൂടിയാണ് എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകൾ, ധാതു ലവണങ്ങൾ, വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, നാരുകൾ ഇവയുടെയൊക്കെ കലവറ കൂടിയാണ് ഇലക്കറികൾ. ഇലക്കറികൾ കഴിക്കുന്നത് കുടലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതും ദഹന പ്രക്രിയ സമ്പൂർണ്ണമായും മെച്ചപ്പെടുത്തുകയും അതുവഴി ശരീരത്തിൽ ഇടിഞ്ഞുകൂടിയ വിഷാംശം നീക്കം ചെയ്യാനും ഈ ഇലക്കറികൾക്ക് സാധിക്കും. ദേശഭേദമനുസരിച്ച് ഇലകളിൽ മാറ്റവും വരുത്താവുന്നതാണ്. നമുക്ക് കർക്കിടക മാസത്തിലെ പത്തില തോരൻ വയ്ക്കാം. പത്തില തോരനല്ല, തോരൻ ഉപ്പേരി. ഇത് ചേമ്പിൻ്റെ ഇല, തൂമ്പലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേനയുടെ ഇല. എല്ലാം കുറച്ച് കുറച്ചേ ഉള്ളൂ അല്ലേ? ഇത് ചേനയുടെ ഇല. ഇത് അരിമുളകിൻ്റെ ഇല, കാന്താരിയുടെ ഇല. ഇത് പയറിൻ്റെ ഇല. ഇത് പയറിൻ്റെ ഇല. ഇത് കുമ്പളത്തിൻ്റെ ഇല. കുമ്പളത്തിൻ്റെ ഇല. ഇത് മത്തൻ്റെ ഇല. ഇത് തകര. ഇതൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോണ സമയത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അധികം റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. റോട്ടിൽ കൂടെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല. ഇതാണ് തകര. ഉള്ളവർക്കൊന്നും അറിയില്ല. എനിക്ക് തന്നെ സാധനം വലിയ ചെടിയായിട്ട്. ഇത് കഞ്ഞിത്തൂവ. കഞ്ഞിത്തൂവയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തൂമ്പാണ് കേട്ടോ, നല്ല തൂമ്പലയാണ്. അതുകൊണ്ട് കറി വെച്ചു. കഞ്ഞിത്തൂവയുടെ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലിടാം, അവിടെ പോയിട്ട് കാണുക. ഇത് ചെരങ്ങയുടെ ഇല ഉണ്ട് കേട്ടോ. ഇത് എത്ര ഇല കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതെന്താ വെച്ചാ പറയാ? ചീമ മുരിഞ്ഞ. ഞങ്ങള് പ്രഷർ ചീര എന്നും പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിനെ. എന്താണ് ഇതിപ്പോ ഈ പറഞ്ഞ ഇലകൾ തന്നെ പത്തിലക്കറിക്ക് വേണം നിർബന്ധമൊന്നുമില്ല. ഏത് ഇല വേണമെങ്കിലും നമ്മുടെ ഭാഗത്ത് കിട്ടുന്ന ഏതിലയാണെങ്കിലും കുഴപ്പമില്ല, കറി വെക്കാൻ പറ്റുന്ന ഏതിലയാണെങ്കിലും കുഴപ്പമില്ല. ഏതിലയിലും ഇരുമ്പിന്റെ അംശമല്ലേ കൂടുതൽ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതാണ് ഇലവർഗ്ഗങ്ങളിൽ. കർക്കിടക മാസത്തിൽ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്, എല്ലാവരും കഴിക്കേണ്ട ഒരു സംഭവമാണത്. അപ്പം ഇത്രയൊക്കെയാണ് പത്തിലക്കറികൾക്ക് വേണ്ടത്. നമുക്ക് നന്നായി കഴുകി പത്തിലക്കറികൾക്കല്ല, പത്തില ഉപ്പേരിക്ക് വേണ്ടത്. ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് പത്തില ഉപ്പേരിയാണ്. നമ്മൾക്ക് പത്തില ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. ഇത് അരിഞ്ഞെടുക്കുമ്പോൾ വേറെ വേറെ മാറ്റി വയ്ക്കുന്നു വേണ്ട അല്ലേ? നമുക്ക് ഇലകളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: അരിമുളക്, ചെറിയുള്ളി, ഉപ്പ്, തേങ്ങ.
കുറച്ച് വെളിച്ചെണ്ണ വേണം, അത് വെച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാനാണ്. തേങ്ങ അരമുറി തേങ്ങ. അരമുറി തേങ്ങ. അരമുറി മതി. കാരണം ഇതിപ്പോൾ ഇല എങ്ങനെ കാണുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒന്ന് വാടി പോകുമ്പോഴേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് തേങ്ങ ഇടാണ്ട് വേണമെങ്കിൽ വെക്കാം. അരിമുളകും ഉള്ളി ചതച്ചിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇത് കൂട്ടിയിട്ട് വെക്കാം. നമ്മളിപ്പോൾ തേങ്ങ ചേർത്തിട്ട് വെക്കുന്നത്, കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതും കൂടെ തേങ്ങ മുളകും ചെറിയുള്ളി നമുക്ക് ചതച്ചെടുക്കണം. തേങ്ങ അങ്ങനെ തന്നെ ഇടല്ലേ? തേങ്ങയും മുളകും ഉള്ളിയും പാടെ ചതച്ചിട്ടാണ് കുരുമുളക് ഇട്ട് കൊടുക്കാണ്. മുളക് അരഞ്ഞു. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അറിയണ്ട, ചതച്ചെടുത്താൽ മതിയേ. ഉള്ളി ചതച്ചു. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു തുള്ളി. എല്ലാ ഇലകളും ഉപ്പേരി വെക്കാൻ പറ്റുന്ന എല്ലാ ഇലകളും മുരിഞ്ഞ കൂട്ടില്ല തോന്നുന്നു. വിഷാംശം ഇലയ്ക്ക് ഇറങ്ങും. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച് വെച്ചത് വേണ്ട, വാടിപ്പോയി. അച്ചു വലിയ കുട്ടിയാവട്ടെ, വലിയ കുട്ടിയായിട്ട് ഈ ഉണ്ടാക്കിക്കോട്ടോ. ആരാ സഹായിക്കുന്നുണ്ടോ നിങ്ങള്? അച്ചുക്കോതാ കാണിച്ചു കൊടുക്കുമ്പോറ്. ഇത് ശരിക്കും പഴയ ആൾക്കാർ ഉണ്ടാക്കുന്ന രീതിയല്ലേ? ഇപ്പൊ ഉണ്ടാക്കുന്നവര് എന്തൊക്കെയോ ചേർത്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് സ്റ്റാർ ഫുഡ് ലെവലിലാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടി ഒന്നും കൂട്ടണ ഞാൻ കണ്ടിട്ടേ ഇല്ല. കളറൊക്കെ ചേർത്ത് തേങ്ങ കൂട്ടില്ലേട്ടാ. ഇതില് സാധനങ്ങളൊക്കെ ചേർത്തൊരു ഗംഭീരാണ്. കാന്താരി മുളകും ചെറിയ ഉള്ളിയും പാടല്ലേ ചതച്ചിട്ട് അമ്മിയിൽ ചതച്ചിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആ അരവും കൂടിയും കൂട്ടിയിട്ട് ഈ ഇല ഇടും. എന്നിട്ട് തുള്ളി വെളിച്ചെണ്ണ. ടേസ്റ്റ് ഉണ്ടാ? അതിനത് ഇഷ്ടായോ? മുരിഞ്ഞക്കായി നന്നു. എവിടെത്താ? ഞാനും കുറച്ചെടുത്ത് വെച്ചോട്ടെ. എങ്ങനെയുണ്ട് ആണ് സംഭവം? ചൂടും തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചൂടൊക്കെ നല്ലുണ്ട്. വായ വെള്ളമായിരുന്നു ആദ്യമായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെറിയ ചോറിൽ ഇങ്ങനെ അറ്റാക്കില്ല. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടമായി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. ചോറ് തൊട്ടുവിട്ടാന്ന് കിട്ടുന്നൊന്നുമില്ല. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ തന്നെ എടുത്ത് തീരുമത്. അത്രയ്ക്ക് ടേസ്റ്റാണ് സംഭവം. അത്ര ഉഷാറാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.